എല്ലാവർക്കും ഓണപ്പുലരി 2024 സ്വാഗതം. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തിനാർക്കും ഒട്ടില്ലതാനും. ആദ്യമായി വേദിയിൽ ശ്രീ സജീവ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ പനവിള രാജശേഖരൻ സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ബിജു പൊന്നു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി സന്ധ്യ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളേവരും കാത്തിരുന്ന ഓണക്കാലം ഇതാ വന്നെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി TKSലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഓണപരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ലോകമുണ്ടെന്ന പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. മനോഹരമായ ഒരു ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കി തന്ന TKSലെ അംഗങ്ങൾക്ക് എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും പേരിൽ നന്ദി അറിയിക്കട്ടെ. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായി വേദിയിലേക്ക് രേഷ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓണപ്പുലരി 2024 മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഏവർക്കും സമത്വവും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സ്വാഗതം അറിയിക്കുക എന്നതാണ്. TKS അക്കാഡമിയുടെ MDയും ചെയർമാനുമായ ശ്രീ സജീവ് കുമാർ സർ, TKS അക്കാഡമിക്ക് നല്ലൊരു നേതൃത്വം വഹിക്കുന്ന സാറിന് TKS അക്കാഡമിയുടെ ഓണപ്പുലരി ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പനവിള രാജശേഖരൻ സർ അവർകൾക്കാണ്. അടുത്തതായി ഓണപ്പുലരി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ മടവൂർ ശശി സാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സാറിന് TKS അക്കാഡമിയുടെ ഓണപ്പുലരി ആഘോഷത്തിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഓണപ്പുലരി ആഘോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ പനവിള രാജശേഖരൻ സാർ അവർകൾക്കാണ്. സാർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ സെക്രട്ടറിയും ട്രാവൻകൂർ കലാസമിതിയുടെ സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തിന് എൻ്റെയും TKS അക്കാഡമിയുടെയും പേരിൽ ഓണപ്പുലരി ആഘോഷത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെയർമാനും വൈസ് പ്രസിഡന്റുമാണ് അദ്ദേഹം. നമുക്ക് ഇത്രയും നല്ലൊരു സ്റ്റേജ് ഒരുക്കി തന്ന സാറിന് എൻ്റെയും TKS അക്കാഡമിയുടെയും ഓണപ്പുലരി ആഘോഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടെ നിൽക്കുന്ന അധ്യാപകരെ ഓണപ്പുലരി 2024 ഓണാഘോഷത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഓണപ്പുലരി ആഘോഷം കളറാക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എന്റെയും TKS അക്കാഡമിയുടെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു.
ഇനി ഈ സദസ്സിലായിരിക്കുന്ന മറ്റാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓണപ്പുലരി 2024 ആഘോഷത്തിലേക്ക് എന്റെയും TKS അക്കാദമിയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു രേഷ്മ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സജീവ് കുമാർ സാർ, വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർമ്മകളിൽ പൂക്കാലം വിരിയിക്കാനായി വീണ്ടും ഒരു ഓണക്കാലം എത്തി. ഏവർക്കും ഓണാശംസകൾ. TKS അക്കാദമിയെ പറ്റി പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോൾ ഇനി എന്തിലോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് TKS അക്കാദമിയിൽ നിന്ന് സിന്ധു ടീച്ചർ എന്നെ വിളിക്കുകയും പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയും അതിന്റെ ജോലി സാധ്യതയെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണക്കാലം കൂടി ആഗതമായിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെന്നും മനസ്സിലേക്ക് ഓടിയെത്തുന്ന മധുരം നിറഞ്ഞ ഒരു അനുഭവമാണ് ഓണം. ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും പ്രധാനമായും ഓണം വിളവെടുപ്പ് ഉത്സവമായാണ് കണക്കാക്കപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ അത്തനക്ഷത്രം മുതൽ 10 ദിവസങ്ങളാണ് ഓണ ദിവസങ്ങളായി ആഘോഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനം തിരുവോണ നാൾ തന്നെയാണ്. ഓണത്തിലെ ഒരു പ്രധാന ആഘോഷത്തിൽ പെട്ടതാണ് ഓണപ്പൂക്കളം. ഓണപരിപാടികൾ അരങ്ങേറുന്നത് എങ്കിലും ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ഓണക്കോടി എടുക്കൽ, ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണപ്പാട്ട്, ഓണക്കളികൾ എന്നിവ എല്ലാ പ്രദേശങ്ങളിലും പൊതുവായി ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ പല അനുഷ്ഠാന കലകളും അരങ്ങേറാറുണ്ട്. നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദ്യമന്യേ ഓണം ആഘോഷിക്കുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായ ഓണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഈരടികൾ ആണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചെയർമാനുമായ ശ്രീ സജീവ് കുമാർ സാറിനെ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് വിളക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യത്തിലൂടെ നോക്കാം. വിളക്ക് കൊടുത്താൻ വേണ്ടി ബഹുമാന്യമായ മറുപക്ഷ സാറിനെ ഞാൻ ഇതിലേക്ക് സാധാരണ ക്ഷണിച്ചു. പ്രിൻസിപ്പൽ നിഷ ടീച്ചർ, ദിവ്യ ടീച്ചർ, സന്ധ്യ ടീച്ചർ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഇന്ന് നല്ലൊരു ഓണം. കാരണം എനിക്ക് ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഓണപ്പുലരിയും അതുപോലെ തന്നെ രണ്ടാമത് നടക്കുന്നത് അവാർഡ് ദാന ചടങ്ങുമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള സമ്പൂർണ്ണതയുടെ ആവിഷ്കാരമാണ്. പണവും പ്രതാപമല്ല ഒരു മനുഷ്യനെ ഉയർത്തുന്നത്, അവൻ്റെ അറിവും ഹൃദയശുദ്ധിയുമാണ്. ഈ അറിവും ഹൃദയശുദ്ധിയും തരുന്നത് നമ്മുടെ അധ്യാപകരാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചു പോയത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ പനിനീർ പൂവിൻ്റെ സുഗന്ധം തരുന്ന ഓർമ്മ തരുന്ന അധ്യാപകൻ നമുക്കൊരുപാടുണ്ട്. അത് വിരളമാണ്. അതിലൊരു അധ്യാപകനാണ് എൻ്റെ ഗുരുനാഥനായ മടവൂർ സാർ. എപ്പോഴും നമ്മുടെ അധ്യാപകൻ എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതലും നമ്മുടെ അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആദ്യം മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ.
ഒരു ഗുരുവിനോടൊരു ശിഷ്യൻ ചോദിച്ചു, ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? ഗുരു പറഞ്ഞു, നിന്റെ മാതാവിനോട്. വീണ്ടും ചോദിച്ചു, ഇനി ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? ഇപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവിനോട്. അഞ്ചാമത് മാത്രമാണ് പിതാവാകുന്നത്. 4 വട്ടം മാതാവും 5ആമത് മാത്രം പിതാവുമാകുന്ന വ്യാഖ്യാനമില്ലാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃത്തത്തിൻ്റെ പേരാണ് അമ്മ. അമ്മയിലൂടെയാണ് ഞാൻ കഥകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അമ്മ എനിക്ക് ഉറങ്ങുന്നതിന് ഞാൻ മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും. ഈ കഥകളിലൂടെ ആയിരിക്കാം ഞാൻ എൻ്റെ ബഹുമാനീയനും ആദരണീയമായ ശശി സാറിനെ സമീപിച്ചത്. ശശി സാറിൻ്റെ ഞാൻ ആദ്യം എൻ്റെ ഓർമ്മയിൽ ഞാനൊരു കവിത എഴുതി കൊടുക്കുകയായിരുന്നു. നാടകം എഴുതി സാറിനെ കൊണ്ട് സമീപിച്ചു. സാർ ആകാശവാണിയിൽ മാത്രമല്ല, എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ സമീപിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഈ നമ്മുടെ സ്ഥലത്ത് എവിടെയാണ് ആളിരിക്കുന്നത്, അവിടേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ ഇരിക്കണം എന്ന് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്, ഒരു തിരക്കഥ എഴുതാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ബഹുമാന്യനും ആദരണീയമായ എൻ്റെ ശശി സാർ തന്നെയാണ്. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാറിൻ്റെ വീട് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. നിർദ്ദേശങ്ങൾ കേട്ടായിരുന്നു, അതിൽ നിന്നും സിനിമയിലോട്ട് കണ്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ സമയം വൈകി. ഓണം എന്ന് നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാരാണ് ഓർമ്മ വന്നത്. മതത്തിനപ്പുറം മതസൗഹാർദ്ദങ്ങൾ കോർത്തിണക്കിയ ഒരു ഓണമാണ് പണ്ടത്തെ ഓണം. സമൂഹത്തില് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെ ഒരു ഓണമായിരുന്നു പണ്ട്. അതുപോലെയാണ് ഇപ്പോഴിവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ, TKS അക്കാഡമിയിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മയിൽ അത്തങ്ങളിടുകയും ഈ ഓണപരിപാടികൾ, ഓണക്കളികൾ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാം നല്ലവരായ കുട്ടികളാണ്. കാരണം വിനയവും സ്നേഹവും എളിമത്വവും എല്ലാം ഉള്ള കുട്ടിയാണ് നമ്മുടെ TKS അക്കാഡമിയിലെ കുട്ടികൾ. ഞാൻ പറയുന്നു, എൻ്റെ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓണപ്പുലരി 2024 ഉദ്ഘാടനം ചെയ്യുന്നതിനായി കഥാകൃത്തായ ശ്രീ മടവൂർ ശശി സാറിനെ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ്. അദ്ദേഹം നമുക്ക് കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഓർമ്മയില്ല, നമ്മൾ പ്രസ് ക്ലബിൽ വെച്ചായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ ഓണാശംസകൾ. ഈ സ്വാഗതം പറയുക എന്നുള്ളതും അത് കേൾക്കുക എന്നുള്ളത് സുഖമുള്ള കാര്യമാണ്. കാരണം പണ്ടൊക്കെ രാജാക്കന്മാർക്ക് വൈതാളികന്മാരുണ്ടായിരുന്നു. അതായത് പുകഴ്ത്തി പാടുവാനുള്ള ആളുകളെ അവിടെ നിയോഗിച്ചിരുന്നു. പണ്ടൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല, എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്. ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഗതം പറയുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ സജീവ് കുമാർ പറഞ്ഞില്ലേ കുറേയധികം കാര്യങ്ങൾ, നമ്മുടെ കുട്ടി ഒട്ടും കുറച്ചില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിത് കൊള്ളാലും ഞാൻ എന്തോ ഒരു സംഭവമാണല്ലോ എന്ന് തോന്നലുണ്ടാവും. ഇപ്പം രാജാവിന് താൻ ധീരനാണ്, വീരനാണ്, പരാക്രമിയാണ്, അന്യരാജ്യങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ കഴിവുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ആത്മവിശ്വാസം വർദ്ധിക്കുക. ഈ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സജീവ് കുമാർ പറഞ്ഞതുപോലെ അദ്ദേഹമാണ് എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞാനും അങ്ങനെയൊക്കെയാണ് തോന്നൽ പൊതുവെ ഉണ്ടാവും. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 36 വർഷം സ്കൂളുകളിൽ, വിവിധങ്ങളായ സ്കൂളുകൾ, 16 സ്കൂളുകളിൽ ഞാൻ ജോലി ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, എൻ്റെ വിദ്യാർത്ഥികളിലുള്ള കഴിവുകൾ അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്വയം തിരിച്ചറിവുണ്ടാവുക. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ഓരോ മേഖലയിലേക്കും കടന്നു പോകാൻ അവർക്ക് കഴിയുക. ജ്ഞാനവും വിരൽത്തുമ്പിൽ ഇന്ന് ലഭ്യമാണ്. പക്ഷേ ഓരോന്നും പഠിക്കേണ്ടത് എങ്ങനെ എന്ന് അവരെ അറിയിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ജോലി. ഇന്ന് ഞാൻ അധ്യാപകർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടേയിരിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് സഞ്ചരിച്ച് അത്തരത്തിലുള്ള ജോലികൾ ചെയ്തു. നാടകവും കഥാപ്രസംഗവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അതെഴുതി.
കുറേ ഏതാണ്ട് 10-16 പുസ്തകങ്ങൾ, 10 ബാലസാഹിത്യ കൃതികളാണ്. പിന്നീട് ഞാനൊരു ഭാഷാധ്യാപകൻ എന്നുള്ള നിലയിൽ ഭാഷയിലുണ്ടാകുന്ന അനേകം അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഏഷ്യാനെറ്റിൽ ഒരു 2 വർഷക്കാലം 2000 പിറക്കുന്നതിന് മുമ്പ് 99 മുതൽ 2002 വരെ എല്ലാ ദിവസവും എൻ്റെ ഈ പരക്കൻ ശബ്ദം കേട്ടായിരുന്നു ഏഷ്യാനെറ്റ് വിളിക്കുന്നു, ഏഷ്യാനെറ്റ് ട്യൂൺ ചെയ്യുന്നവർ ഉറക്കം വരുന്നത്. പിന്നെ ആകാശവാണിയിൽ ദൂരദർശൻ ലോകേനയും ചില പ്രോഗ്രാമുകൾ. ഇതെല്ലാം തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരാൾ സജീവ് കുമാർ എന്നോട് വന്ന് പറയുമ്പോഴാണ് ഞാൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നത്. നാടകം അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജ്, നാടകങ്ങളിലെ സ്പേസ്, അതിലെ ചലനങ്ങൾ, അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ്, ഇവയൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഒരു തിരക്കഥയിലേക്ക് ഇത് മുന്നോട്ട് പോകുന്നത്, അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നൊക്കെ ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് സജീവനോട് മാത്രമല്ല, എനിക്ക് പല കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരാളെങ്കിലും ഒരാൾ തിരിച്ചറിയും. സജീവ് പിന്നെ ചെയ്ത ചില ഷോർട്ട് ഫിലിംസ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. TKS അക്കാദമിയും അതിലും മഹത്തായ ഒരു കർത്തവ്യത്തിലാണ്. ലോകത്തിലെ ചികിത്സാ രംഗത്ത് കേരളീയരുടെ സ്ഥാനം, പ്രത്യേകിച്ചും കേരളീയ വനിതകളുടെ സ്ഥാനം വളരെ പ്രശംസനീയമാണ്. അത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. ജർമ്മനിയിൽ ആദ്യമായി അവിടുത്തെ നഴ്സിംഗ് ജോലികൾക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുപോയ നാട് കേരളത്തിൽ നിന്നാണ്. അതിൻ്റെ 3ാം തലമുറയാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത്. ഇതേപോലെ ലോകത്ത് ഏത് രാജ്യത്തെത്തിയാലും അവിടെയെല്ലാം തന്നെ ഈ വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഓണാഘോഷത്തിൽ ജന്തുജാലങ്ങളെല്ലാം ഒരേ കുടുംബാംഗങ്ങളായി കഴിയുവാനുള്ളൊരവസ്ഥയുണ്ടാകണേ എന്ന് പ്രാർത്ഥനയിൽ പറയുന്നത് ഞാൻ കേട്ടു. ഒരേ കുടുംബാംഗങ്ങളായിരിക്കുന്നത് പോലെ അവരെ പരിചരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ മാലാഖമാരെ പോലെ പരുവത്തിൽപ്പെടുക. ഈ ശാരീരിക വേദനകൾ, ആ ശാരീരിക വേദനകൾക്ക് അല്പാശ്വാസം പകരുവാൻ ഒരു ചെറു ചിരിയെങ്കിലും നൽകുവാൻ കഴിയുന്ന അങ്ങനെയൊരു ജനത, അവർക്ക് രൂപം കൊടുക്കുവാൻ, അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുക എന്ന് പറയുന്നതിനേക്കാൾ മഹത്തരമായ ഒരു ഓണാഘോഷമില്ല. ഓണത്തിൻ്റെ സങ്കല്പങ്ങൾ, ആ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുമ. എല്ലാവരും ഒന്നുപോലെ കഴിയുന്ന, വലിപ്പ ചെറുപ്പമില്ലാതെ, വ്യത്യാസമില്ലാതെ, ജാതി മതഭേദങ്ങളില്ലാതെ ഒന്ന് മാത്രം. അത് മനുഷ്യൻ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളെല്ലാം കൂടി ആഘോഷിക്കുന്ന ഒരു കാലം. പ്രകൃതി പോലും അങ്ങനെയാണ്. പൊൻവെയിലും പൊൻവെളിച്ചവും ഒക്കെ ഉള്ള ഒരു കാലം. ഒരു ഓണക്കാലം എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, അന്നല്ലായിരുന്നോ ഓണം? ഇപ്പോൾ എന്നും ഓണമാണ്. ഏത് കാര്യവും എന്നും ആകുമ്പോൾ അത് ചെടിക്കും. അന്നങ്ങനെയല്ല. ഓർത്തിരിക്കാൻ, കാത്തിരിക്കാൻ ഒരു ദിവസമുണ്ട്. അന്ന് കയ്യിൽ പുത്തൻ വസ്ത്രം ലഭിക്കും. അന്ന് വയറിൽ നിറയ്ക്കാനുള്ള ആഹാരം ലഭിക്കും. കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിക്കുവാനുള്ള സമയം ലഭിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കാലം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അതില്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഒരു പായസം എന്ന് പറഞ്ഞാൽ, ആ പായസം അത് ഇന്നലെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മെനിങ്ങാന്നുണ്ടായിരുന്നില്ല, അതിനപ്പുറത്തെ ദിവസം ഉണ്ടായിരുന്നു. പുത്തനുടുപ്പ് അതിടയ്ക്കൊക്കെ വാങ്ങി കിട്ടാറുള്ളതാണല്ലോ. പിന്നെ അതിലെന്താ മോഹിക്കാനുള്ളത്? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിയുന്ന ഒരു നല്ല നാട്, ഒരു നല്ല പുലരി. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഓണപ്പുലരി എന്ന് പേരിട്ടത്. ഇതിഹാസങ്ങളിൽ ഒന്നും ഇങ്ങനെ ഒരു മാവേലി കഥയില്ല എന്ന് കൂടി ഓർമ്മിക്കുക. നിങ്ങൾ നാളെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയായാലും മനുഷ്യരാണല്ലോ. ആ മനുഷ്യരുടെ വേദനകളിൽ സമാശ്വസിപ്പിക്കുന്നവരായി, അവരുടെ മനസ്സിന് ഓണത്തിൻ്റെ തിരികൊടുക്കുന്നവരായി കഴിയും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഇന്ന് നടക്കുന്ന ചടങ്ങ്, ഈ 2 ഗുണങ്ങൾ ഒത്തുചേരുന്ന നിങ്ങൾ നാളെ തീർച്ചയായിട്ടും ലോകത്തിന്, സമൂഹത്തിന്, കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക്, അനേകവിധമായ രോഗങ്ങൾ കൊണ്ട് വലയുന്ന രോഗികൾക്ക് ആശ്വാസം വരുമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരമൊരു നാൾ ഉണ്ടാകട്ടെ എന്ന് എൻ്റെ പ്രിയ ശിഷ്യൻ സജീവ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഓണാഘോഷം
ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദി. സത്യത്തിൽ ഗുരു എന്നതിനർത്ഥം ഇരുട്ടകറ്റുന്നവെന്നാണ്. ഗുരുവിൽ നിന്ന് മോചനം നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ സജീവേ, ഇത്തരം ഒരവസരത്തിൽ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. എങ്കിലും ഇങ്ങനെ ഒന്ന് ലഭിക്കുമ്പോൾ, ഏതാണ്ട് എത്ര വർഷമായി ഞാൻ അധ്യാപകനായിട്ട്? 56 വർഷമാവും. ഹൃദയം നിറഞ്ഞ നന്ദി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നന്ദി ഒരിക്കൽ കൂടി. ശ്രീ മടവൂർ ശശി സാർ നമുക്ക് ഓണത്തിനെ പറ്റി നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സാറ് ഓണത്തിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഭാവി കാലത്തിനെ പറ്റിയും ഭൂതകാലത്തിനെ പറ്റിയും പറഞ്ഞ പോലെയാണ് തോന്നിയത്. അടുത്തതായി ട്രിവാൻഡ്രം കലാസമിതിയുടെ നേതൃത്വം വഹിക്കുന്നതും സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന്റെ സെക്രട്ടറിയുമായ ശ്രീ പനവിള രാജശേഖരൻ അവർകളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സജീവ് കുമാർ, എത്രയും പ്രിയങ്കരനും ബഹുമാനീയനുമായ ശ്രീ മടവൂർ ശശി സാർ, ഇന്റർനാഷണൽ അക്കാദമിയുടെ ഡയറക്ടറും ട്രാവൻകൂർ കലാസമിതിയുടെ ഭരണസമിതിയിൽപ്പെട്ട പ്രധാനിയുമായ ശ്രീ ബിജു പുന്നൂസ്, അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിൽ പങ്കിടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകർ, അതോടൊപ്പം തന്നെ ട്രാവൻകൂർ കലാസമിതിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഈ വേദിയിലുണ്ട്. കലാവേദിയുടെ ട്രഷറർ ശ്രീരാജൻ, അതോടൊപ്പം തന്നെ ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളുടെ സംവിധായകൻ ശ്രീ ഗജേന്ദ്രൻ ബാബ, ശ്രീ സുരേഷ് രാജി, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ കുട്ടികൾ, അധ്യാപകർ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ട്രാവൻകൂർ കലാസമിതിയുടെയും ഭാരവാഹികൾ പങ്കെടുക്കുന്ന ഒരു ഓണാഘോഷമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടകൻ്റെ ആ സൗണ്ടിൻ്റെ ഒരു ഗാംഭീര്യം, അത് നാടകത്തിലൊക്കെ, നാടകം ഇന്ന് പഴയ പോലെ ഒരു പ്രതാപത്തിലല്ല എങ്കിലും ആ സൗണ്ടിൻ്റെ ഗാംഭീര്യം വളരെ അപാരം തന്നെയാണ്. വലിയ പ്രതീക്ഷകൾ, പുത്തനുടുപ്പ്, അതോടൊപ്പം തന്നെ വയറ് നിറച്ചുള്ള ആഹാരം. പായസം എന്ന് പറയുന്നത് ഓണത്തിന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോലും പായസ കിറ്റ് എല്ലാ ദിവസവും കിട്ടും. ഒരു കുട്ടിക്ക് പായസം കുടിക്കണമെന്ന് തോന്നലുണ്ടായാൽ അപ്പം വീട്ടിൽ പായസം വയ്ക്കുന്ന ഒരു കാലഘട്ടം. ഓണത്തിൻ്റെതായ പുതുമകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒട്ടനവധി സന്ദേശം നൽകുന്നതാണ് ഓണം. ഒട്ടനവധി സന്ദേശം നൽകുന്നതാണ്. ആ സന്ദേശം എന്ന് പറയുന്നത് മാനവരാശി ഭൂമിയിലുണ്ടായിരിക്കും കാലം ആ സന്ദേശം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തിന്മയെ ചവിട്ടിത്താഴ്ത്തി തിന്മ വിജയിക്കുന്ന ഒരു കാര്യമാണ് ഓണത്തെക്കുറിച്ച് പലപ്പോഴും പറയുന്നത്. എക്കാലവും ആ തിന്മയെ നമുക്ക് ചവിട്ടിത്താഴ്ത്താൻ പറ്റില്ല. ആ തിന്മ വർഷത്തിലൊരിക്കൽ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് സന്ദേശമുണ്ട്. നമുക്കങ്ങനെ വന്നിട്ട് ആരെയും ചവിട്ടിത്താഴ്ത്തി എക്കാലവും പാതാളത്തിൽ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മനുഷ്യ ജീവിതത്തിലും പഠിക്കേണ്ട കാര്യമാണ്. അത് മാവേലിയിലൂടെ നമുക്ക് പറയുമ്പോൾ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതിൻ്റെ ഗാംഭീര്യം നിറഞ്ഞു. മാവേലിയും നമ്മളെ മാവേലിയും ഈ കാലഘട്ടത്തിൽ എവിടെയോ ഒരു സൈഡിൽ ചെറുമീശയോടുകൂടി ഒളിപ്പിച്ചു വെച്ചിരിക്കുക.
മാവേലി അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. നന്മ നാം തിരിച്ച് ഈ ഭൂമിയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടാൻ കഴിയുന്ന ഒരു മേഖലയിലാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നത്. അത് ശ്രീ സജീവ് കുമാറിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയോടുകൂടി കൊണ്ടുപോകണമെന്ന ആഗ്രഹക്കാരനാണ്. കുടുംബത്തെ തിരിച്ചറിയണം, അച്ഛനമ്മമാരെ തിരിച്ചറിയണം ഒക്കെയാണ് ഞാൻ നന്മയുടെ ഒരു ഓണമായി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഈ ട്രാവൻകൂർ കലാസമിതിയുടെ ജഗജീവൻ ഉൾപ്പെടെയുള്ള പ്രവീൺ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഈ എത്തിയിട്ടുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്തേ. TKS അക്കാദമിയിലെ ചെയർമാനും എൻ്റെ സഹോദരനുമായ സജീവ് കുമാറും അതുപോലെ ഇവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സാറിന്, നമ്മളെല്ലാം പ്രിയങ്കരനായ സാറിന്, അതുപോലെ പനവിള രാജശേഖരൻ ചേട്ടൻ, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ്, TKS അക്കാദമിയിലെ കുട്ടികൾ, ട്രാവൻകൂർ കലാസമിതിയുടെ മെമ്പർമാർ, എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ഇന്റർനാഷണൽ അക്കാദമിയുടെ ടീച്ചറായ നിഷ ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ സജീവ് കുമാർ സാർ, നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ മടവൂർ ശശി സാർ, ശ്രീ പനവിള സാർ, ശ്രീ ബിജു പൊന്നു സാർ, എൻ്റെ സഹപ്രവർത്തകരെ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആശംസകൾ അറിയിക്കാൻ വേദിയിൽ ക്ഷണിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക്, എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഈ TKS അക്കാദമിയുടെ ഫസ്റ്റ് ഓണാഘോഷമാണെന്ന് തോന്നുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സജീവ് കുമാർ സാർ, ഉദ്ഘാടകൻ ശ്രീ മടവൂർ ശശി സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ നിറഞ്ഞ ഓണാശംസകൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ TKS അക്കാദമിയുടെ ചെയർമാനും MD-യുമായിരിക്കുന്ന സജീവ് കുമാർ സർ, ഇന്ന് നമുക്ക് നമ്മുടെ ഓണപ്പുലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനമുള്ള മടവൂർ ശശി സർ, ഇന്ന് നമുക്ക് സ്വാഗതം അറിയിച്ച കുമാരി രേഷ്മ, നന്ദി അറിയിക്കുവാൻ നിയുക്തമായിരിക്കുന്ന കുമാരി ആൻസി, വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മൾ TKS അക്കാദമിയുടെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ എല്ലാവരും ആയിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് തന്നെ എല്ലാവരും മുന്നോട്ട് വരികയും അവർക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയും അവർ പ്രാക്ടീസ് ചെയ്ത് അതിമനോഹരമായി പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. അക്കാദമിയുടെ ആദ്യത്തെ ഓണാഘോഷമാണിത്. എല്ലാവരുടെയും കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചത്. എല്ലാ പ്രോഗ്രാമും വരുമ്പോഴും സാറ് കടന്നു വരികയും നല്ലതായിട്ട് ഞങ്ങളോട് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സാറിനോടും ഈ സമയം നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ TKS അക്കാദമിയുടെ ഓണാഘോഷ പരിപാടിയിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ TKS അക്കാദമിക്ക് നല്ലതായിട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചു. ഇനിയും വരും നാളുകളിലും നമ്മുടെ TKS അക്കാദമി നന്നായിട്ട് പ്രവർത്തിക്കട്ടെ. നമ്മുടെ പൊതുസമൂഹത്തിന് പ്രയോജനമുള്ള അനേകായിരം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ അക്കാദമിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഞാൻ ചെയ്യുന്നു. നാം ഇപ്പോൾ ഈ മധുരമനോഹരമായ ഓർമ്മയെ ഓർത്തുകൊണ്ട് തന്നെ നാം ഒരു നല്ലൊരു ഭാവിയെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മനോഹരിത ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. ഇത് പല നിറത്തിലും പല മണത്തിലും പല രൂപസാദൃശ്യത്തിലുള്ള പൂക്കളെ കൂട്ടിയൊലിപ്പിച്ച് നാം മനോഹരമായ അത്തപ്പൂക്കളം തീർത്തിരിക്കുന്നു. ഈ പൂക്കളം നാം തീർത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നും. കാരണം ഇത്രത്തോളം ഭംഗിയായിട്ട് മനോഹരമായിട്ട് നാം ഈ അത്തപ്പൂക്കളം തീർത്തിരിക്കുന്നു എന്ന് തോന്നും. കാരണം നമ്മളുടെ ഹൃദയം സന്തോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷിക്കും. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ മാത്രമേ നമുക്കൊരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. TKS അക്കാദമിയുടെ പ്രിൻസിപ്പാൾ ബഹുമാനിയ നിഷ ടീച്ചറിനെ അടുത്തതായി ശ്രീമതി അപർണ ടീച്ചറിനെ
അടുത്തതായി ശ്രീമതി ദിവ്യ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റും സെക്കൻഡും കിട്ടിയവരെ പേരാണ് വിളിക്കുന്നവർ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ലെമൺ ആൻഡ് സ്പൂൺ രേഖ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ലക്ഷ്മി. അടുത്തതായി ബലൂൺ പൊട്ടിക്കൽ ഫസ്റ്റ് പ്രൈസ് ജസീറ. അടുത്തതായി കസാരകളി ഫസ്റ്റ് പ്രൈസ് ശ്രീ വിജയേന്ദ്ര ബാബു ചേട്ടനെ ക്ഷണിച്ചോളും. ഷോർട്ട് ഫിലിമിന്റെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സെക്കൻഡ് പ്രൈസ് ശരണ്യ. സ്വരൂപം ദേവൻ മോഹമുടൻ കൊടുവാ
മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാ
സംഗീതം സംഗീതം തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്.
सितारा